സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്ന്, അത് സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? സ്നേഹമെന്ന സന്ദേശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഈ രാജ്യമുണ്ടല്ലോ, പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ദിവസവും സംഘർഷാധിഷ്ഠിതമായി മാറുമ്പോ, ഇവിടെയാണ് സംഘർഷമില്ലാത്ത ഒരു ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെടാമെന്ന് ലോകമായിരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളതാ, അതേ പ്രിയപ്പെട്ടവരെ, കടലിന്റെ നടുത്തടത്തിലാണ് അവർ. ആ കടലിന്റെ നടുത്തടത്തിലത് എങ്ങോട്ടും അഭയമില്ലാതെ ഒഴുകി നടക്കുമ്പോ അവരും മനുഷ്യരാണ്. പലസ്തീനിൽ ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മനുഷ്യരാണ്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മനുഷ്യരാണ്. എവിടെയെല്ലാം മനുഷ്യർ വിഷമിക്കുന്നുണ്ടോ ആ മനുഷ്യരുടെ വിഷമത്തോടൊപ്പം ചേരണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ദർശനമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് കയറി ഞാനൊന്ന് പറയട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഒരു ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് വർഗീയവാദിയാകാൻ കഴിയുകയില്ല, അവന് തീവ്രവാദിയാകാൻ കഴിയുകയില്ല, അവന് ഭീകരവാദിയാകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിഞ്ഞോ, ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവമുണ്ട്. എന്തെന്നറിയോ? വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നയായ എഡ്യൂക്കേറ്റഡായ ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? വാളം പിടിച്ചുകൊണ്ട് ഏതാനും മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ വീട്ടിന്റെ മുന്നിൽ ചെന്നിട്ട് ഇസ്ലാമിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമവലയത്തിൽപ്പെട്ട് ഒരു മുസ്ലിമിന് ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല. മറിച്ച് ഈ അടുത്ത സമയത്ത് പ്രകൃതി ദുരന്തം കൊണ്ട് ഏറ്റവും കൂടുതൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ട നേപ്പാളിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ രാജ്യമാണല്ലോ. ഹൈന്ദവ സഹോദരങ്ങൾ മഹാഭൂരിപക്ഷമുള്ള നേപ്പാൾ എന്ന് പറയുന്ന ആ രാജ്യത്ത് പ്രകൃതിയുടെ ഏറ്റവും വലിയ വിക്ഷോഭത്തിൽപ്പെട്ടുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാ നിലയിലും വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഉലമാക്കൾ പറഞ്ഞോ, ഇന്ത്യയിലെ അലിമീങ്ങൾ പറഞ്ഞോ, കേരളത്തിൽ നിന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഒട്ടനവധി ആലിമീങ്ങൾ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച എല്ലാ പള്ളികളാകുന്ന പള്ളികളിലും ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളടക്കമുള്ള ആ നേപ്പാൾ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു കൈത്താങ്ങ് അവർക്ക് സഹായമായി നൽകണമെന്ന് നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞപ്പോ പക്കറ്റും പിടിച്ച് ചെറുപ്പക്കാര് നിസ്കരിച്ചതിന് ശേഷം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് അവർ അതേ മുസ്ലിം സഹോദരങ്ങളോട് പൈസ ചോദിക്കുകയാ. എന്തിനാ ചോദിക്കുന്നതെന്നറിയോ? നേപ്പാളിലൂടെ തുണിക്ക് മറുതുണിയില്ലാതെ ഏറ്റവും വലിയ വിഷമത്തിലേക്ക് തള്ളിമാറ്റപ്പെട്ട ആ നേപ്പാളിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നേപ്പാളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോ മുസ്ലിം പള്ളിയിൽ നിന്നും പിരിച്ചെടുത്തപ്പോ ആ പിരിച്ചെടുത്ത പൈസയിൽ നിന്ന് ഒരു രൂപ പോലും പ്രതീക്ഷം പറ്റാതെ ആത്മാർത്ഥമായിട്ട് ആ പൈസ ഒന്നടങ്കം സാമ്പത്തിക സോഴ്സുകളായി നേപ്പാളിലേക്ക് ഒഴുകിയപ്പോ അത് കണ്ട ബുദ്ധിമതിയായ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി ഈ രംഗങ്ങൾ വീക്ഷിച്ചപ്പോ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടോ, നമ്മളാണ് ഏറ്റവും കൂടുതൽ നേപ്പാളിനെ സഹായിക്കേണ്ടത്, നമ്മുടെ അമ്പലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ പിരിവ് നടത്തേണ്ടിയിരുന്നത്, നമ്മളാണ് ആ നിലയ്ക്ക് മുന്നിട്ടിറങ്ങേണ്ടത്. പക്ഷേ നമുക്കും ഒരുപടി ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയത് മുസ്ലിമീങ്ങളായതുകൊണ്ട് അവരുടെ കരുണയിൽ ഞാൻ ആകൃഷ്ടരാകുകയാണ്, അവരുടെ മതത്തിൽ ഞാൻ ആകൃഷ്ടയാകുകയാണ് എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പതാകയുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സത്യം ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഹൈന്ദവ സഹോദരിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവിടെയാണ് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ രംഗം. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന പള്ളിയിലിരിക്കുമ്പോ ദൂതനായ ഒരു മനുഷ്യന്റെ ഡെഡ്ബോഡിയുമായി പോകുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്.
അനുയായികൾ ചോദിക്കുകയാണ്, ഓ റസൂലേ, ദൂതനായ മനുഷ്യന്റെ ഡെഡ്ബോഡിയുമായിട്ടാണല്ലോ പോകുന്നത്, നമ്മൾ എഴുന്നേൽക്കണോ നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹൈന്ദവ സഹോദരങ്ങളെ, ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്ന മതമല്ല ഇസ്ലാം. എന്തിനേറെ ഇസ്ലാമിന്റെ ദർശനം എന്തെന്നറിയോ? അക്രിം ജാരക വലൗ കാന കാഫിറാ. അയൽവാസി ഒരു മുസ്ലിമാണെങ്കിലും അവൻ ഹിന്ദുവാണെങ്കിലും അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും അവനെ ആദരിക്കണേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ. അയൽവാസിയെ ബഹുമാനിക്കണമെന്ന് പറയാൻ മാത്രമുള്ള ഒരു കാരുണ്യത്തിന്റെ അവധി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു മനസ്സ് മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ളത് കൊണ്ട് അവിടുന്ന് പറയാണ്, അനുയായികളെ, അതൊരു മനുഷ്യന്റെതാണ്. മരണം എല്ലാവർക്കും വേദനയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ ജൂതനായ മനുഷ്യന്റെ ഡെഡ് ബോഡിയുമായി പോകുമ്പോൾ ദുഃഖാർത്തരായിരിക്കുന്ന അവിടുത്തെ കുടുംബക്കാർ അതിൽ വേദനിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നാൽ അവർക്ക് വേദനയുണ്ടാകും അരുത് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് ഇസ്ലാമിന്റെ ദർശനം. ഈ ദർശനാണ് ലോകത്ത് എല്ലാ ഔലിയാക്കളും, ഞാൻ പറഞ്ഞു വന്ന ഈ ഔലിയാക്കളെല്ലാം ആരുടെ കീഴിലാണ്? ഇവർക്കൊക്കെ ഡയറക്ഷൻ കൊടുത്തതാരാ? മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒന്നാമതായി ഔലിയാക്കളുടെ ലോകം, സ്നേഹലോകം എന്ന് പറഞ്ഞതിൽ മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. ആ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് ആബാലവൃത്തം ഇസ്ലാമിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ്? പ്രിയപ്പെട്ടവരെ, കാരുണ്യമായ